മനസ്സിലുള്ളത് ഇനി മാറ്റിവെക്കേണ്ട MX വെഡിംഗ് സെന്റർ അവതരിപ്പിക്കുന്നു MX സൂപ്പർ സെയിൽ. നാളിതുവരെ ഞങ്ങളെ ചേർത്ത് നിർത്തിയതിന് പ്രിയ ഉപഭോക്താക്കൾക്കായി MX നൽകുന്നു എല്ലാ വസ്ത്രങ്ങൾക്കും ഫ്ലാറ്റ് 20% ഓഫ്. പട്ടാമ്പി ടൗണിലെ അഴുക്കുചാലിൽ നിന്നുമുള്ള വെള്ളം കടകളിലേക്ക് കയറിയതോടെ ദുരിതത്തിലായി വ്യാപാരികൾ. പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്തെത്തി. വിഷയത്തിൽ ഇടപെട്ട് ജനപ്രതിനിധികളും. മഴ കനത്തതോടെയാണ് പട്ടാമ്പി ടൗണിൽ പുതുതായി നിർമ്മിച്ച അഴുക്കുചാലിൽ നിന്നുള്ള മലിനജലം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറിയത്. ടൗണിൽ നിലവിൽ നിർമ്മാണം പൂർത്തിയായ അഴുക്കുചാലുകൾ നിലവിലുണ്ടായിരുന്ന അഴുക്കുചാലിനേക്കാൾ ഉയർന്നതോടെയാണ് വെള്ളം വലിയ തോതിലെത്തിയതോടെ കടകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയത്. ഇത് വ്യാപാരികളെ ദുരിതത്തിലാക്കി. പലയിടത്തും അഴുക്കുചാൽ നിർമ്മാണം പൂർത്തിയായിട്ടുമില്ല. ഇതും വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരെ ദുരിതത്തിലാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിഷേധവുമായി വീണ്ടും വ്യാപാരികൾ രംഗത്തെത്തിയത്. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വലിയ തോതിൽ വെള്ളം കയറുന്നത് തടയാനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണമെന്നായിരുന്നു ആവശ്യം. സംഭവവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മോസിൻ MLA-യും നഗരസഭാ ചെയർമാൻ TP ഷാജി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളും ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെത്തിയിരുന്നു. കാലിന്റെ പണി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് സൈഡ് ബിൽഡിങ്ങിന്റെ സൈഡിൽ ഫില്ല് ചെയ്തുകൊണ്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്തുകൊണ്ട് പല കടകളുടെ ഉള്ളിൽ കൂടെ പുറമേൽ നിന്നുള്ള വെള്ളം ഉള്ളിൽ കൂടെ വരുന്ന സാഹചര്യമാണ്. തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ ഓരോ കടകളിലും കയറി അറിയാൻ പറ്റും. നമ്മളെ സംബന്ധിച്ച് ഇതിന് കൃത്യമായിട്ട് ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് ആവശ്യം. കാരണം ഇതിന് മുന്നേ ഈ ചാലുമായി ബന്ധപ്പെട്ട അതായത് വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നം, പിന്നെ KRFB അല്ലെങ്കിൽ ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നിലവിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ബിൽഡിങ്ങിൽ നിന്നും വരുന്ന പൈപ്പുകൾ ചാലിലേക്ക് പോകുന്നു. അതങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ന്യായമായ കാര്യത്തിന്റെ ഒപ്പം തന്നെ നമ്മൾ വേസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വെള്ളവും നമ്മൾ ഈ ചാലിലേക്ക് നമുക്ക് വിടാൻ നമ്മൾ ഒരിക്കലും നമ്മൾ അനുകൂലിക്കുന്നില്ല. കാരണം നമ്മളൊക്കെ തന്നെ കുടിക്കുന്ന വെള്ളത്തിലേക്കാണ് അത് പോകുന്നത്. അത് നമ്മൾ അനുകൂലിക്കുന്നില്ല. മറിച്ച് ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വരുന്നത് അതല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ പുറത്ത് റെയിൽവേയുടെ അവിടെ നിന്ന് വരുന്ന ഉറവുകളിലായിട്ട് വരുന്ന വെള്ളം നമുക്ക് പോകാൻ വേറെ സംവിധാനമില്ല. അതിന് നിർബന്ധമായിട്ടും ഈ ചാലിലേക്ക് തന്നെ പോകുന്ന സംവിധാനമുള്ളൂ. അതിനൊരു സംവിധാനം നിർബന്ധമായിട്ട് ചെയ്തേ പറ്റൂ. അത് ശാശ്വതമായിട്ട്. അല്ലെങ്കിൽ എന്താ നമ്മൾ രാത്രി കടടച്ചു പോകും. രാവിലെ വരുമ്പോൾ ഈ സാധനങ്ങളൊക്കെ വെള്ളത്തിന് അടിയിൽ ആവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഒരു ബിൽഡിങ്ങിന്റെ വേസ്റ്റ് എന്ന് പറയുന്ന വെള്ളം, അതായത് കൈ കഴുകി നടക്കാനുള്ള വെള്ളമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെള്ളം അത് കൃത്യമായിട്ട് അത് ഈ ചാലിലേക്ക് പോകാനുള്ള സംവിധാനം തന്നെ വേണം. അത് ചിലപ്പോൾ ഈ ബിൽഡിങ്ങിന്റെ സൈഡിൽ കൂടെ, കാരണം ഇവിടെ സൈഡ് കോൺക്രീറ്റ് ചെയ്തപ്പോൾ ചില ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ഉറവ് വരുന്നുണ്ട്. അത് പോകണമെങ്കിൽ നിർബന്ധമായിട്ടും കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് ഡ്രിൽ ചെയ്തിട്ട് ആ വെള്ളം പോകാൻ